എണ്ണി തീർക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ചെയ്ത ഒരാളാണ് ഉർവശി എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം കേട്ടോ പറഞ്ഞത്. ടു ബി ഫ്രാങ്ക്, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അത് ഞാൻ എപ്പോഴും അത് അങ്ങനെ തന്നെ പറയുള്ളൂ. എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് എന്റെ അഭിപ്രായമില്ലേ? എനിക്ക് എന്റെ ഇഷ്ടങ്ങളില്ലേ? എന്നെ ഇഷ്ടപ്പെടാത്ത എത്ര ആൾക്കാരുണ്ട്? പക്ഷെ ആ കമ്പാരിസൺ ആണ്. ഞാൻ കമ്പാരിസണല്ലോ, ഞാൻ എവിടെ എന്ത് പേരാണ് പറഞ്ഞത്? ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതാണ് അത്. വിളിക്കപ്പെടുന്ന അത് അവരല്ലല്ലോ വിളിച്ചത്. എനിക്ക് എന്റെ മനസ്സിലതാണ്. അതൊരു കോൺട്രവേഴ്സിക്ക് പറഞ്ഞതല്ല, എന്റെ ഇഷ്ടം അതാണ്. എന്നെ ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാരുണ്ട്, കമ്പയർ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരോടൊക്കെ പോയി എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി ഓർപ്പിച്ചു പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഉർവശിയാണ്. വീണ്ടും കോൺട്രവേഴ്സി കൊണ്ടുവരാൻ വേണ്ടി അത് എടുത്തൊന്ന് ചോദിച്ച് എന്നെ ഇതാക്കുവാണല്ലേ? അല്ല ചേച്ചി, എന്റെ മനസ്സിൽ അന്നും ഇന്നും നായിക സൂപ്പർ സ്റ്റാർ ഉർവശിയാണ്. സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് ഞാൻ പറയുന്നത് നായിക സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ നോക്കുവാണെങ്കിൽ ഷീലമ്മ സൂപ്പർ സ്റ്റാർ അല്ലേ? ശാരദാമ്മ സൂപ്പർ സ്റ്റാർ അല്ലേ? അല്ലേ? എന്ന് വെച്ച് ഞാൻ അവരെ ഇഷ്ടമല്ലെന്ന് അവരെ തള്ളി പറയുകയാണോ ചെയ്തത്? ഒരിക്കലും. അവരൊക്കെ അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാറാ അല്ലേ? അവര് ചെയ്ത സിനിമകൾ, അവർ ചെയ്ത ക്യാരക്ടറുകൾ ആര് ചെയ്തു എന്ന് വെച്ചാൽ അവരെ തള്ളി പറഞ്ഞതല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ എനിക്കിഷ്ടം അന്നും ഇന്നും എൻ്റെ സൂപ്പർ സ്റ്റാർ ഉർവശിയാണ്. എൻ്റെ മൈ പേഴ്സണൽ ഇഷ്ടം. പക്ഷേ എനിക്ക് ഉർവശിയെക്കാളുള്ള ഇഷ്ടം KP ലളിതയാണ്. യെസ്, അതാ ഞാൻ പറഞ്ഞത്. ഇത് വെറുതെ ഒരു കോൺട്രവേഴ്സി. എനിക്ക് ഇതിനൊന്നും സമയമില്ല കേട്ടോ. ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചോണ്ടെടുത്ത് പറഞ്ഞതാ. എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളും ടെൻഷനും ഫിനാൻഷ്യലിയും അല്ലാതെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്റെ മോൾ ഇറ്റലിയിൽ എന്തെടുക്കുന്നു, എന്റെ അമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഇഷ്ടം, ഞാൻ ഇവിടെയാണല്ലോ. അവിടെ പൂരടിയാ. ഞാനത് വായിക്കാറില്ല, എൻ്റെ അടുത്ത് വായിച്ചവര് പറഞ്ഞാണ് പൂരടിയാ. അപ്പൊ ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. എന്താ ചെയ്യല്ലേ? ആരോ പറഞ്ഞ പോലെ ചേച്ചി നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിന്ന്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഉണ്ടാവണേന്നാ പറയുന്നത്. ദൈവം ഇത് എന്നെ വെറുതെ വിട്ടേ കിട്ടും. എനിക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ല ചേച്ചി, അഭിപ്രായം പറയുന്നത് അതിന്റെ ഭാഗമാണ്. ചേച്ചിയുടെ അഭിപ്രായങ്ങൾ ചേച്ചി തുറന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞാണല്ലോ ഇത്രയും പ്രശ്നം. ഏറെയാണ് ജീവിതത്തിന്റെ ഭാഗമാണ്. ചില അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടി വരും. ഇപ്പം ഇന്ദ്രൻസ് ഏട്ടൻ ഇടയ്ക്കൊരു അഭിപ്രായം പറഞ്ഞത് മോശമായി എന്നുള്ള അർത്ഥത്തില് WCC പ്രശ്നത്തില് കാര്യമായിട്ട് ഗൗരവം. അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, നാട്ടുകാർക്കേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ WCCക്കും പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ ഇന്ദ്രൻസ് ഏട്ടനും പ്രശ്നം ഉണ്ടാവില്ല, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഉർവശിക്ക് പ്രശ്നം ഉണ്ടാവില്ല, മഞ്ജു വാര്യറിന് പ്രശ്നം ഉണ്ടാവില്ല, നയൻതാരയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല, ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. നാട്ടുകാർക്ക് മാത്രമേ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. എനിക്കത് മനസ്സിലാവണില്ല എന്താന്ന്. അവരെ ഞങ്ങളൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്.